ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷങ്ങളിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമശേഷിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചതായി റിപ്പോർട്ട്. 4 ദിവസത്തെ പോരാട്ടത്തിൽ പാകിസ്ഥാന്റെ 6 യുദ്ധവിമാനങ്ങൾ, 2 പ്രധാനപ്പെട്ട നിരീക്ഷണ വിമാനങ്ങൾ, ഒരു C-130 ട്രാൻസ്പോർട്ട് വിമാനം, 30-ലധികം മിസൈലുകൾ, നിരവധി ആളില്ലാ വ്യോമാക്രമണ സംവിധാനങ്ങൾ എന്നിവ ഇന്ത്യൻ വ്യോമസേന നശിപ്പിച്ചതായി ദൗത്യത്തിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിനിടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തതായി ഓപ്പറേഷൻ ടാറ്റയുടെ സാങ്കേതിക വിശകലനം സ്ഥിരീകരിക്കുന്നുവെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. ഇലക്ട്രോണിക് യുദ്ധവിമാനം അല്ലെങ്കിൽ എയർബോൺ ഏർലി വാർണിംഗ് അല്ലെങ്കിൽ കൺട്രോൾ എയർക്രാഫ്റ്റ് എന്ന് കരുതുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം സുദർശൻ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് 300 കിലോമീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ തകർത്തതായാണ് റിപ്പോർട്ട്. ആകാശത്ത് നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് വ്യോമതാവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ സ്വീഡിഷ് നിർമ്മിതിയായ മറ്റൊരു വ്യോമ മുന്നറിയിപ്പ് വിമാനം തകർക്കപ്പെട്ടതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ സൂചിപ്പിച്ച് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണം നടക്കുന്ന സമയത്ത് യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നതായി ഇന്റലിജൻസ് സൂചനയുണ്ട്. എന്നാൽ ഇവിടെ നിന്നും പാകിസ്ഥാൻ ഇതുവരെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാത്തതിനാൽ നാശനഷ്ടങ്ങൾ കൃത്യമായ കണക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ റഡാർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പാകിസ്ഥാന്റെ പഞ്ചാബ് മേഖലയിൽ ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനിടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ C-130 ഗതാഗത വിമാനവും നശിക്കപ്പെട്ടതായാണ് സൂചന. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേന പ്രധാനമായും ഉപയോഗിച്ചത് ആകാശത്ത് നിന്ന് തൊടുക്കാവുന്ന ക്രൂയിസ് മിസൈലുകളാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ അതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഷെല്ലുകളും ഡ്രോണുകളും മിസൈലുകളും വ്യാപകമായി തൊടുത്തുവിട്ടത്. ഇതിനു പിന്നാലെയായിരുന്നു പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങളെ ഇന്ത്യ ആക്രമിച്ചത്. 4 ദിവസത്തോളം നീണ്ടുനിന്ന ഈ സംഘർഷങ്ങളെ തുടർന്ന് മെയ് 10 പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്ന് വെടിനിർത്തൽ നിലവിൽ വരികയായിരുന്നു.